അങ്ങനെ 2025 കഴിയാറായി. 2026 വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയാലോ? വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് നമ്മളെ വിഷൻ അഥവാ നമ്മുടെ ഗോൾസ് എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കണം. 2026 നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ആദ്യം തന്നെ നിങ്ങൾ പോയിന്റ് ചെയ്ത് ഇതേപോലെ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊരു സെൻറ്റൻസിൽ മാത്രം നമുക്ക് എഴുതാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. നമുക്ക് എത്രത്തോളം ഗോൾസ് ഉണ്ടോ അത്രയും ഗോൾസ് നിങ്ങൾ ഇതേപോലെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച ഓരോ ഗോൾസും നിങ്ങളത് അതിൻ്റെ ഫോട്ടോസ് കളക്ട് ചെയ്തിട്ട് ഇത് പ്രിൻ്റ് ഔട്ടായിട്ട് എടുത്ത് വയ്ക്കാം. നിങ്ങൾക്ക് കളർ പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ ഫോട്ടോ പ്രിൻ്റ് എടുക്കാം. ഈ ഫോട്ടോസ് ഓരോന്നായിട്ട് പ്രിൻ്റ് എടുക്കുന്നതിന് പകരം ഒരു വലിയ ഷീറ്റിൽ നമുക്കിത് ഒരുമിച്ച് പ്രിൻ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ പ്രിൻ്റ് എടുത്ത ഷീറ്റിൽ നിന്ന് നമുക്ക് ഓരോ ഫോട്ടോസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഫോട്ടോസൊക്കെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോസിൻ്റെ കൂടെ ഞാൻ മോട്ടിവേഷണൽ കോട്ട്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്ത ഓരോ ഫോട്ടോസും നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഫോം ബോർഡാണ്. നിങ്ങൾക്ക് ഫോം ബോർഡിന് പകരം കാർഡ് ബോർഡോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറോ ഏതെങ്കിലും ഉപയോഗിക്കാം. ഈ ഓരോ ഫോട്ടോസും സ്റ്റിക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇത് ഓരോന്നും ഓർഗനൈസ് ചെയ്ത് വെക്കണം. ആദ്യം ഏത് ഫോട്ടോ വെക്കണം, അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഫെവിക്കോളോ ഡബിൾ സൈഡ് ടാപ്പോ ഏതെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുമോ? ഞാൻ എൻ്റെ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ഞാൻ 2025 ഉണ്ടാക്കിയ വിഷൻ ബോർഡിൽ ഒരു 16% കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അപ്പോൾ നമുക്ക് ലൈഫിൽ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എപ്പോഴും കാണുന്നൊരു സ്ഥലത്ത് വയ്ക്കുക. ഒന്നെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ വയ്ക്കുക. അതാകുമ്പോൾ നമ്മളത് ഓരോ ദിവസം അത് കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ബ്രെയിനിലേക്ക് ആ ഒരു വിഷ്വൽസ് വരികയും നമുക്കത് അച്ചീവ് ചെയ്യാനൊരു ത്വര നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിട്ട് ജീവിക്കുക. ആൽക്കമിസ്റ്റിൽ പൗലോ കൊയ്ലോ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കാനായിട്ട് പ്രപഞ്ചം തന്നെ നമ്മുടെ കൂടെ നിൽക്കും. ജീവിതത്തിൽ ആദ്യം പഠിക്കേണ്ടത് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാണ്. കുന്നോളം ആഗ്രഹിച്ചാൽ മാത്രമേ കുന്നിക്കുരുവെങ്കിലും കിട്ടുള്ളൂ. ഒരിക്കൽ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. അതെ, നമ്മളെ വിശ്രമിക്കാൻ അനുവദിക്കാതെ, നമ്മൾ ഉറങ്ങാൻ അനുവദിക്കാതെ നിരന്തരം പരിശ്രമിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന ആഗ്രഹം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം ചെയ്യേണ്ടതാണ് സെൽഫ് മോട്ടിവേഷൻ. നമ്മളെ മറ്റുള്ളവർ മോട്ടിവേറ്റ് ചെയ്യും എന്ന് വിചാരിച്ച് അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നമ്മൾ ആദ്യം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മളെ മനസ്സിലാക്കുക. സെൽഫ് ലവിൻ്റെ ഒരു സൈൻ കൂടിയാണ് ഈ പറയുന്ന വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കുന്നു, നമ്മൾ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ തന്നെ പരിശ്രമിക്കുന്നു. വിഷൻ ബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യാവുന്നതാണ്.